നിങ്ങളിത് കണ്ടോ, ഇതാണ് സ്ക്രാംബറി, അതായത് നമ്മൾ ലൂബിക്ക എന്നൊക്കെ പറയും. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാൾട്ടി സ്ക്രാംബറി, അതായത് വേറൊന്നല്ല ലൂബിക്ക ഉപ്പിലിട്ടത്. ഒരു മിനിറ്റ് കാണാട്ടോ. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് ലൂബിക്ക. ഈ ഫ്രൂട്ടിനെ ശീമനെല്ലിക്ക, ലോലോലിക്ക, ജൂബിക്ക അങ്ങനെ പല പേരിലും പല സ്ഥലങ്ങളിലായിട്ട് അറിയപ്പെടാറുണ്ട്. കാഴ്ചയിൽ ഒരു ചുവന്ന നെല്ലിക്കയെ പോലെ തോന്നുമെങ്കിലും കയ്പല്ല, പുളിയാണ് ഇതിന്. എന്നാൽ നന്നായി പഴുത്തതാണെങ്കിൽ നല്ലൊരു മധുരത്തോട് കൂടിയ പുളിയായിരിക്കും. ലൂബിക്ക വാണിജ്യാടിസ്ഥാനത്തിൽ ആരും കൃഷി ചെയ്യാറില്ലെങ്കിലും ചെറിയ വർഗത്തിൽപ്പെട്ടതായതുകൊണ്ടും നല്ല ഭംഗിയുള്ള കായകൾ ഉണ്ടാകുന്നത് കൊണ്ടും പ്രത്യേക പരിചരണം ആവശ്യമില്ലാത്തത് കൊണ്ടും വീടുകളിൽ ഇതിന്റെ തൈകൾ നട്ടു വളർത്താറുണ്ട്. കൂടാതെ ഒരുപാട് പോഷക ഗുണങ്ങൾ കൂടെയുള്ള ഫ്രൂട്ടും കൂടെയാണ് ലൂബിക്ക. കാൽഷ്യം, മഗ്നീഷ്യം, അയൺ തുടങ്ങിയ ധാതു ലവണങ്ങളുടെയും വിറ്റാമിൻ സിയുടെയും ഒരു കലവറ തന്നെയാണിത്. പറിച്ചെടുത്ത ലൂബിക്ക നന്നായി കഴുകിയെടുക്കാം. കേടായതെല്ലാം മാറ്റി വേർതിരിച്ചെടുക്കാം. ഇതിൽ കടും ചുവപ്പ് നിറത്തിലുള്ളത് നന്നായി പഴുത്തതാണ്. നന്നായി പഴുത്തതും അല്ലാത്തതും വെവ്വേറെ ഉപ്പിലിടുന്നതാണ് നല്ലത്. നല്ല കാന്താരി മുളക് പറിച്ചെടുത്ത് നന്നായി കഴുകി മാറ്റിവെക്കാം. ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം, ഉപ്പ്, ചില്ല് ഭരണി എന്നിവ തയ്യാറാക്കി വെക്കാം. ചില്ല് ഭരണിയിൽ ആദ്യം അല്പം ഉപ്പ്, അതിനു മുകളിൽ ശീമനെല്ലിക്ക, അതിനു മുകളിൽ വീണ്ടും ഉപ്പ്, അതിനു മുകളിലായി കാന്താരി മുളക്, വീണ്ടും ഉപ്പ്, ഇങ്ങനെ ലെയറുകളായി നിറച്ചെടുക്കാം. ശീമനെല്ലിക്ക കൊണ്ട് അച്ചാർ മാത്രമല്ല നല്ല രുചിയുള്ള വൈനും ജ്യൂസും ഉണ്ടാക്കാൻ പറ്റും. നല്ല പഴുത്ത ലൂബിക്ക അങ്ങനെ തന്നെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. ഭരണിയിൽ ലെയറുകളായി നിറച്ച ശേഷം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി അടപ്പുകൊണ്ട് മൂടി വെക്കാം. ലൂബിക്ക ഉപ്പിലിട്ട ഭരണി കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പൊ നമ്മുടെ ലൂബിക്ക ഉപ്പിലിട്ട് റെഡിയാണ്. അപ്പൊ ഇത് 2 ആഴ്ച വേണമെങ്കിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീണ്ടും എടുത്ത് അച്ചാറിടാൻ പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.